വന്ന ഒരു ഷോ അവർ പരിചയപ്പെടുത്തുകയും അതിനൊരു വേദി കൊടുക്കാമെന്ന് നമ്മൾ ഇവിടെ തീരുമാനിക്കുകയും ചെയ്തു. അതിനെ വിളിച്ചതിനാണ് നമ്മൾ ഈ വേദി ഇവർക്ക് അനുവദിച്ചത്. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ. കാരണം തുടക്കത്തില് നമ്മളൊക്കെ കണ്ടു, കുറച്ചു നാളുകളേ ഉള്ളൂ ഈ ഭൂമിയിൽ. ആ ഒരു ജീവിതം അത് സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അറിഞ്ഞിരിക്കാതെ എപ്പോഴും തമ്പുരാനിലേക്ക് നോക്കി, ദൈവത്തിലേക്ക്, ഈശ്വരനിലേക്ക് നോക്കിയിട്ട് എന്നാൽ സഹോദരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമ്പോൾ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്റെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് സന്തോഷം നൽകുന്ന എന്താണെന്ന് ചോദിച്ചാല് അത് സമ്പത്തല്ല, അത് ബന്ധങ്ങളല്ല, ഒന്നുമല്ല. മറിച്ച് ഞാൻ എന്റെ ഭൂതകാലത്തിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ചെയ്ത നന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ അത് എന്റെ മരണക്കിടക്കയിൽ എനിക്ക് എന്റെ സമാധാനത്തോടുകൂടി മരിക്കാൻ എനിക്ക് ബലം പകരും എന്നൊരു കണ്ടെത്തല്. ഈ അവസരത്തില് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്റെ അമ്മയെ ഡയാലിസിസ് ചെയ്യുന്നതാണ്. അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം. കാരണം ആഴ്ചയിൽ 3 ആഴ്ചയിൽ 2 ഒക്കെ ആവും. എന്റെ അമ്മ ചെയ്യുന്നത് ആഴ്ചയിൽ 3 ആണ്. അതുകൊണ്ട് തന്നെ ഡയാലിസിസിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ദിനം പ്രതി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തില് നിങ്ങളുടെ വിയർപ്പ്, പ്രവാസികളുടെ ഈ വിയർപ്പ്, അതാണ് ഇവർക്ക് ബലമായത്. അതിന്റെ ഒരു ആമുഖമാണ് തുടക്കത്തിൽ ആവിഷ്കരിച്ചത്. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ, വലിയ നന്ദിയോടെ ഇനിയും വേദികൾ കിട്ടട്ടെ എന്നൊരാശംസയും പ്രാർത്ഥനയും ഒപ്പമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എവിടെയും ആലപിക്കാറുള്ള 2 വരി ഗാനം, ഒരു ഗാനം ആലപിച്ചുകൊണ്ട് അതില് എല്ലാ സന്ദേശവും ഉണ്ട്. അത് ഏത് സ്ഥലത്ത് ഞാൻ പാടുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി ആലപിച്ചുകൊണ്ട് ഞാൻ മൈക്ക് വർക്ക് കൈമാറുന്നു. ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. ദൈവഹിതത്തിൽ ജീവിച്ചാൽ ഈ ഭൂവിൽ ഈ ജന്മം സൗഭാഗ്യസുന്ദരം. ഈ ജന്മം ഒട്ടേറെ നേടാൻ ഓടിയാലും, തത്വങ്ങളേറെ നീ നേടിയാലും, ഒട്ടേറെ നേടാൻ ഓടിയാലും, തത്വങ്ങളേറെ നീ നേടിയാലും, ദൈവത്തെ മാത്രം നേടിയില്ലെങ്കിൽ നഷ്ടമീ ഭൂവിൽ നിന്റെ ജന്മം. ദൈവിക ജ്ഞാനം നേടിയില്ലെങ്കിൽ വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. വ്യർത്ഥമീ ഭൂവിൽ നിന്റെ ജന്മം. ഒരു ജന്മം, ഒരേ ഒരു ജന്മം, ഈ ഭൂവിൽ നിനക്കു നൽകി ദൈവം. സഹോദരങ്ങളിലെ ഈശ്വരനെ കാണാൻ, ദൈവത്തെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും ആശംസയും വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ടീമിന് നന്ദി പറഞ്ഞുകൊണ്ട് മൈക്ക് കൈമാറുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വല്ലാത്തൊരു നിമിഷമായിപ്പോയി. ഞാനെന്താ ഇതിനെപ്പറ്റി പറയേണ്ടത്? കാരണം ഒരു കലാകാരന്റെ വേദന ഞാനിവിടെ ആദ്യം അവതരിപ്പിച്ചു. അപ്പോൾ ഫാദറിന്റെ അമ്മയ്ക്കല്ല, അമ്മയ്ക്ക് അങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. അമ്മ ചിലപ്പോൾ അത് മാതാവ് പറയുന്നില്ലെന്നുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് കിടത്തുന്നത് ഒരു സൂര്യനടുത്ത് ഒരു തകിടിൻ്റെ പുറത്ത് ഒരു 4.5 മണിക്കൂർ കിടത്തുന്ന പോലാണ് ബ്ലഡ് കയറി ഇറങ്ങുമ്പോൾ. അതുകൂടാതെ ഒരു 20 ദിവസം എനിക്ക് ആ സൂചി തുടയിൽ ഇട്ട് വെച്ചു. ഒരു കാല് ചലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലഡ് വരും. അങ്ങനെ ഒരവസ്ഥയിൽ ഇപ്പുറത്തെ സൈഡ് ആക്കിയിട്ടത് മുറിച്ചിട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത്. കാരണം ഇങ്ങനൊരു വേദിയുടെ മുന്നിൽ എനിക്ക് എത്തിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ 2 വാക്ക് പറഞ്ഞിട്ട് ഫാദറിന് നമുക്കൊരു ആദരവ് കൊടുക്കാം. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ വന്നപ്പോൾ സംഘാടകർ 2 പേര് താമസിച്ചപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു. അതൊക്കെ നമുക്കൊന്ന് ക്ഷമിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ്. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇവിടെ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടാക്കി അത് എന്നോട് പുറത്തുക ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു. പ്രിയങ്ങളൊരു ഒത്തിരി സന്തോഷം. പ്രിയപ്പെട്ട മനു മങ്കോമ്പ് എന്ന് പറയുന്ന കലാകാരനോട് ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനിലാണ് നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഇത്രയും നേരം എങ്ങനെ ഈ വേദിയിൽ നിന്ന് സംസാരിച്ചെന്ന് ഞാൻ സത്യത്തിൽ നെഞ്ചിടിപ്പോഴാണ് ഈ പ്രോഗ്രാമും അവതരിപ്പിക്കാനൊക്കെ നിൽക്കുമ്പോഴും ഞാനേ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈശ്വരൻ, യേശു അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോഴും തുടർച്ചയായി അദ്ദേഹം വേദിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഒരു നിറഞ്ഞ കൈകൾ കൊടുക്കാം നമുക്ക്. ഇത് ഒത്തിരി സന്തോഷമുണ്ട്.
കലാകാരന്മാരെന്ന നിലയിൽ ഒരു കുടുംബ സദസ്സ് പോലെയാണ് ഇവിടുത്തെ സദസ്സ്. അല്ലാതെ ഞങ്ങൾ തമാശയിലാണ് പറഞ്ഞെങ്കിലും അതാണ് സത്യം. ഇതാണ് ഈ നാടിന് ആവശ്യം. സ്നേഹം മാത്രം മതി നമുക്ക് അവശേഷിപ്പിച്ചിട്ട് പോകാൻ. ഒത്തിരി സന്തോഷിച്ചു. പ്രവാസി കൂട്ടായ്മയിലെ സഹോദരനല്ലേ എന്തായിരുന്നു പേര്?